നിങ്ങൾ ചെയ്ത ചെയ്തികേടിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചതാണ് ഇടതുപക്ഷമേ ഈ വോട്ടില്ലാതെ അതിനൊരു മറുപടി നൽകിയതാണ് ഈ ഇലക്ഷനിലൂടെ നമ്മൾ കണ്ടത്. തേച്ച് ഒട്ടിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷെ എന്നിട്ടും ജനങ്ങള് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു. ഇപ്പൊ ഈ പറയുന്ന കൊള്ള ശബരിമലയിൽ മാത്രമല്ലെന്നാണ് ഇപ്പൊ അറിയുന്നത്. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒരുപാട് മോഷണങ്ങളും പ്രശ്നങ്ങളും കള്ളക്കടത്തുകളും കൊള്ളയും എല്ലാം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുല്യ, നമസ്കാരം. നമസ്കാരം ചേച്ചി. ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വലിയൊരു ചർച്ചയൊന്നുമല്ല, നമ്മൾ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ പറഞ്ഞു പോയ ചർച്ചയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷത്തിന് കനത്ത ഒരു തിരിച്ചടിയാണ് ജനങ്ങൾ കൊടുത്തതെന്ന് തന്നെ പറയണം. ആ കൊടുത്തതിനോട് പക്ഷേ അവർ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളെ മറ്റുള്ളവർ പാർട്ടിക്കാരുടെ ഈ എന്തോന്ന് പറയാനായിട്ട് ഈ പ്രകടന സമയത്തുണ്ടാകുന്ന ഓരോ പാട്ടുകളും അല്ലെങ്കിൽ അഭിപ്രായങ്ങളും ഇതൊക്കെയാണ് ഞങ്ങളെ ഇതുകൊണ്ട് മാത്രം ജനങ്ങൾ അങ്ങനെ തോൽപ്പിക്കും. എങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കരുണാകരനൊക്കെ തോറ്റ് തുന്നമ്പാടി ഓടേണ്ടതല്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം പാട്ടുകൾ ഈ പാർട്ടിക്കാരെ അദ്ദേഹം ഒരിക്കലും തോറ്റിട്ടില്ല. ചിരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പിന്നെ പറയുന്നത് എന്താണ്, അവർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ എന്തെങ്കിലും ഉത്തരം മുട്ടുമ്പോൾ അത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഒരു നിങ്ങൾ ചെയ്ത ചെയ്തികേടിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചതാണ് ഇടതുപക്ഷമേ ഈ വോട്ടില്ലാതെ. അതിനൊരു മറുപടി നൽകിയതാണ് ഈ ഇലക്ഷനിലൂടെ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിന്റെ എല്ലാം ഒരു റിഫ്ലക്ഷൻ നമുക്കിനി അടുത്ത വർഷം നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഏപ്രിൽ മെയ് മാസത്തോടെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ അതിലുണ്ടാകും. നമുക്കറിയാം ഇത്തവണത്തെ ഒരു പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ എല്ലാം കണ്ടപ്പോൾ എടുത്തു പറയേണ്ടത് UDFന്റെ ഒരു തിരിച്ചുവരവാണ്. അതെ, അതൊരു വലിയ മാറ്റം തന്നെയാണ്. വോട്ട് ശതമാനം കൂട്ടുകയും പലയിടങ്ങളിലും അവർ സീറ്റ് തിരിച്ചു പിടിക്കുകയും ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഒരു നിസ്സാര കാര്യമായിട്ട് കാണാനായിട്ട് പറ്റില്ല. ലാസ്റ്റ് സമയത്തായപ്പോഴേ ഈ അടി വഴക്ക് ബഹളമൊക്കെ വിട്ടിട്ട് ഒരു 10 ദിവസത്തേക്കാണെങ്കിൽ പോലും ഒരു ഐക്യത അവർ നിന്നു. കാരണം നമുക്കറിയാം ഈ ഒരു തദ്ദേശ ഇലക്ഷൻ വന്ന സമയത്ത് എന്തെല്ലാം ആരോപണങ്ങളാണ് കോൺഗ്രസിനെതിരെ വന്നതെന്ന് നമ്മൾ കണ്ടു. പ്രധാനമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം തേച്ച് ഒട്ടിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷെ എന്നിട്ടും ജനങ്ങള് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു എന്നത് വേണം നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. മുന്നും പല മന്ത്രിമാർക്കെതിരെയും പല MLA-മാർക്കെതിരെയൊക്കെ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയെ കൊണ്ടൊന്ന് നിർത്തിയപ്പോഴോ ഇവര് നിർത്തിയില്ലായിരുന്നോ? അപ്പൊ അതൊക്കെ അന്ന് അതിനെല്ലാം മറികടന്നാണ് സ്വപ്ന സുരേഷിന്റെ കേസ് വന്നതെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ പ്രകടമാകണമെന്ന്. പക്ഷെ അതൊന്നും എന്തായാലും ജനങ്ങളുടെ മുന്നിൽ ഏൽക്കില്ല. അയ്യപ്പനെ തൊട്ട് കളിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നേക്കുന്നത്. ശബരിമല കൊള്ള ജനങ്ങൾ മറക്കില്ല, അല്ലേ? അതൊരു സത്യമാണ്. കാരണം ഇപ്പോൾ ശബരിമലയിൽ പോയിട്ട് വരുന്ന പലരും പറയുന്ന എന്താണെന്നറിയാമോ, മുൻപുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇപ്പം എല്ലാം പോലീസിന്റെ കയ്യിലാണ് നിൽക്കുന്നത്. വൃത്തിയുണ്ട്, കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്നുണ്ട്. ശബരിമലയുടെ ഒരു റീസൺ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ കഠിനമായിട്ടുള്ള വ്രതം എടുത്ത് അത്രയും കഷ്ടപ്പാടോടെ അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടതയോടെ പോകണമെന്നാണ് കേട്ടിട്ടുള്ളത്. പലരും ട്രോളുകളിലൂടെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഒരു സമയത്ത് ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് നടയിൽ ഇറക്കി കൊടുക്കും, ആ ഒരു അവസ്ഥയിലോട്ട് മാറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം പണ്ട് ഇപ്പൊ നമുക്കറിയാലോ, നമുക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു റിസൾട്ടിന് അത് നല്ലൊരു മധുരം തന്നെയായിരിക്കും. പക്ഷെ ആ ഒരു കഷ്ടപ്പാടും ഒരു ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന കൊള്ള ശബരിമലയിൽ മാത്രമല്ലെന്നാണ് ഇപ്പൊ അറിയുന്നത്. നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒരുപാട് മോഷണങ്ങളും പ്രശ്നങ്ങളും കള്ളക്കടത്തുകളും കൊള്ളയും എല്ലാം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും ഇവിടെ ഉള്ള കാര്യങ്ങൾ അറിയുന്നില്ല. ശബരിമല അയ്യപ്പൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള ഒരു കൊള്ള നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ദിവസങ്ങളിൽ അതിന്റെ വിവരങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും, വരാൻ പറ്റുമെന്ന് വിചാരിക്കാം. എന്ത് തന്നെയായിരുന്നാലും UDFന്റെ ഈ ഒരു വമ്പൻ തിരിച്ചുവരവ് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. എന്തായാലും നിയമസഭാ ഇലക്ഷനിൽ
അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. നമുക്കറിയാം ഇപ്പോഴത്തെ സീറ്റ് നില എന്താണെന്ന് അറിയാം. എന്തായാലും എനിക്ക് തോന്നുന്നില്ല LDF-ന് തീർച്ചയായിട്ടും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഇവര് ഇതിന് ബദൽ പറയുന്നത് അവര് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 2500 ആക്കി ഇപ്പൊ പുതുവർഷത്തിൽ കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഖജനാവ് കാലിയാണെന്ന് പറയുന്ന സർക്കാർ എത്ര മാസം ഈ 2500 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ സാധിക്കും? നമ്മുടെ ഒരു ചെറിയ ഒരു എല്ലാവർക്കും ഉള്ള എന്നും കടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇനിയും കാശ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ബദൽ മാർഗം ആദ്യം കൊണ്ടുവരണം. എന്തെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു സംവിധാനം നടത്തിയതിനു ശേഷം അതിൽ നിന്ന് കിട്ടുന്ന തുകയായിരിക്കും ഞങ്ങളെടുത്ത് ഇതിന് ചെലവഴിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഒന്നുമില്ലാതെ കുറെ പ്രഖ്യാപനങ്ങൾ പറയണം, ഞങ്ങൾ ഇത്ര രൂപ കൂട്ടാൻ പോകും. പക്ഷെ എങ്ങനെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാ നേതാക്കന്മാർക്കും ഉത്തരം മറുപടിയില്ല. ഇതിപ്പോ നിങ്ങൾ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. 2500 രൂപ അല്ലെങ്കിൽ 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന അത് വാങ്ങിക്കുന്നവർക്ക് ഒരുപാട് 2000 രൂപ എന്ന് പറയുന്നത് കൊണ്ട് ഒരു മാസത്തെ ഒരു ചെലവൊന്നും പോവാൻ കഴിയില്ല. നിങ്ങളൊരു 500 രൂപ കൂടെ കൂട്ടി കൊടുക്കും, എന്തായാലും തീർച്ചയായിട്ടും അവർക്കൊരു നല്ല കാര്യം തന്നെ. പക്ഷെ അത് എങ്ങനെ കൊടുക്കും, എത്ര മാസം കൊടുക്കും? അതിനൊരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് മറുപടി ഉണ്ടോ? കാരണം ഇപ്പോൾ തന്നെ കുടിശ്ശിക തീർത്തത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് കുടിശ്ശികകളെല്ലാം കൊടുത്തു തീർത്തത്. ഇല്ലാതെ ഇപ്പോൾ അതിപ്പോ വലതുപക്ഷം, അതായത് UDF ആവട്ടെ, അതാണ് ഞാൻ ചോദിച്ചത്. UDF ആവട്ടെ ഈ ഇടതുപക്ഷമാവട്ടെ, ഇവർ രണ്ടുപേരും മാറി മാറി നിയമസഭ ഭരിച്ചപ്പോഴും ഈ പറഞ്ഞ കുടിശ്ശിക ഉണ്ടായിരുന്നു. രണ്ടുപേരും കുടിശ്ശിക ഇട്ട് ഇപ്പോൾ ഏതാണ്ട് ഇപ്പൊ കുടിശ്ശിക തീർത്തു വെച്ചു, സമ്മതിച്ചു. പക്ഷേ ഈ പറയുന്ന 2000-2500 രൂപ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഖജനാവിൽ പൈസ ഇല്ല, വീണ്ടും കടമെടുപ്പ് നടക്കും. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഇത് കുടിശ്ശികയായി നിർത്തും. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് വരെ മാത്രമുള്ള വാഗ്ദാനങ്ങളാണോ എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യക്തമാക്കണം. അതെ, അതും കൂടെ ഒന്ന് വ്യക്തമാക്കിയ സാധാരണക്കാർക്ക് തൃപ്തിയാവും എന്നുള്ളതാണ്. പിന്നെ ഒരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പം തദ്ദേശ ഇലക്ഷൻ വന്നപ്പോൾ BJP-യുടെ ഈ UDF-ന്റെ ഒരു മുന്നേറ്റം പോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് BJP-യുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. കാരണം താമര വിരിയില്ല എന്ന് പറഞ്ഞിരുന്ന പലയിടങ്ങളിലും താമര വിരിയുകയും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ BJP അങ്ങ് തൂക്കിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എനിക്ക് തോന്നുന്നു നിയമ നിയോജക മണ്ഡലത്തിലെല്ലാം അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതെ തീർച്ചയായിട്ടും ചേച്ചി ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം എനിക്ക് തോന്നുന്നു ചേച്ചി BJP എടുത്ത ഒരു ഏറ്റവും നല്ലൊരു തീരുമാനമാണ് നമ്മുടെ ഈ BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ നിയോഗിച്ചത്. കാരണം അദ്ദേഹം നല്ലൊരു ടെക്നോക്രാറ്റ് ആണ്, നല്ലൊരു ബിസിനസ്മാൻ ആണ്, അത്രയും നല്ലൊരു പഠിപ്പും വിവരമുള്ള ഒരു വ്യക്തിയാണ്. അതെ തീർച്ചയായിട്ടും ചേച്ചി ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിലൂടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല ലോക്സഭാ സീറ്റിൽ അദ്ദേഹം ഉണ്ടാക്കിയ വോട്ട് ഷെയറും എല്ലാം നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ BJP-യിലും BJP പ്രവർത്തകരിലും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ഇലക്ഷനിലും കണ്ടത്. അതെന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തെക്കാളും സീറ്റ് കൂടുതൽ പിടിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്കറിയാം രാജഗോപാലിലൂടെ നേമത്ത് ഒരിക്കൽ താമര വിരിഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങൾക്കറിയാം, എങ്ങനെയാണ് വി ശിവൻകുട്ടി ജയിച്ചതെന്നെല്ലാം അറിയാം. എന്തായാലും അത് തിരിച്ച് വീണ്ടും BJP പിടിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞ് അവർ പിടിച്ചു. തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു കാക്ക മലന്ന് പറക്കും എന്നൊക്കെ പറഞ്ഞു. ആ കാക്ക മലന്ന് പറന്നു കഴിഞ്ഞു. ഇനി നിയമത്തെ താമര വിരിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിരിയുക തന്നെ ചെയ്യും. അതിലൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ LDF UDF എന്ന് പറയുന്ന ഒരു മുന്നണി ഏറ്റവും കൂടുതലുള്ളത്. കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം LDF-ന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ഉണ്ടായിരുന്ന ത്രിപുരയിലും ബംഗാളിലും എല്ലാം അവരെ കനൽ തിരി അണഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ അവസ്ഥ ഏകദേശം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് UDF ആണ്. നമുക്കറിയാം കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ BJP-യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇന്നും കോൺഗ്രസ് തന്നെയാണ്. അവര് എല്ലാ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യമായിട്ട് പല പാർട്ടികളും ചേർന്ന് ഒരു ഒപ്പോസിഷൻ ഉണ്ടാക്കി നിൽക്കുന്നതേ ഉള്ളൂ. അൾട്ടിമേറ്റ് BJP-യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ BJP-യുടെ ഒരു വളർച്ച എനിക്ക് തോന്നുന്നു ബാധിക്കാൻ പോകുന്നത് ഒരിക്കലും CPM-നെ ആയിരിക്കില്ല, കോൺഗ്രസിനെ ആയിരിക്കും. കോൺഗ്രസിനെ അടിവേരോടെ എന്തായാലും BJP പിഴുതെറിഞ്ഞ് കളയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായാലും CPM-ന് സീറ്റ് കുറയും.
യു ഡി എഫിന് സീറ്റ് കൂടും, അതുപോലെ തന്നെ BJP സീറ്റുകൾ പിടിക്കുകയും ചെയ്യും. അതിലൂടെ എനിക്ക് തോന്നുന്നു, എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്, ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് കേന്ദ്രത്തിലെ കാര്യം എടുത്താൽ അറിയാം, BJPക്ക് ഒരുപാട് ഘടകകക്ഷികളെ സപ്പോർട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ അവസ്ഥ എടുത്താലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഘടകകക്ഷികളുണ്ട്, CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകകക്ഷികളുണ്ട്. BJPക്ക് ഇല്ല അങ്ങനെ ഘടകകക്ഷികൾ? ഇല്ല, അങ്ങനെയില്ല. എനിക്ക് തോന്നുന്നു ചേച്ചി, മിക്കവാറും എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും BJP-യിലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഭാവിയിൽ എനിക്ക് തോന്നുന്നു. കാരണം കേന്ദ്രത്തിൽ നമുക്കറിയാം ഒരുപാട് ഘടകകക്ഷികൾ ഇപ്പം BJP-നെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം തോന്നുന്നു. അതാണ് ഞാൻ പറയുന്നത്. കുറച്ച് സീറ്റ് എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പിടിക്കും. പിന്നെ തുടരെ വരുന്ന ഇലക്ഷനിൽ നടക്കാൻ പോകുന്നത് ഈ ഘടകകക്ഷികളെല്ലാം BJP-യോടൊപ്പം പോവുകയും പിന്നീട് ഒരു ഒപ്പോസിഷനായിട്ട് കോൺഗ്രസ്, ഞാൻ പറഞ്ഞില്ലേ CPM എന്തായാലും പോവും. പിന്നീട് വരാൻ പോകുന്നത് UDF, BJP നമുക്കറിയാം ഒപ്പോസിഷനായിട്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കറിയാം. നല്ല രീതിയിൽ ഇപ്പം UDF ആയിരുന്നാലും ആരായിരുന്നോട്ടെ, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ തുറന്നു കാണിച്ച് എന്തായാലും ചെയ്തിരിക്കും. മാത്രമല്ല അവർക്ക് കിട്ടുന്ന സീറ്റുകളിൽ അവർ നല്ല വികസന പ്രവർത്തനം, ഭരണത്തിലിരിക്കുന്ന പാർട്ടീനെ കാട്ടി നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനം കാഴ്ചവെക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകത വേറൊന്നുണ്ട് അതുല്യ, നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഈ BJP-യുടെ കാൻഡിഡേറ്റ്, അതായത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ യുവത്വം, എല്ലാം ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർക്ക് ഊർജ്ജസ്വലരായിട്ട് എന്ത് കാര്യത്തിന് വിളിച്ചിരുന്നാലും അവർ ഒന്നാമതായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. അത് മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു UDF-ന് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഈ ഒരു പോക്കാണെങ്കിൽ LDF-ന് എന്തായാലും ഒപ്പോസിഷന് കിട്ടാനായിരിക്കും ചാൻസ്. അതുപോലെ തന്നെ കുറച്ച് സീറ്റ് എന്തായാലും BJP-യും പിടിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ സമരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് CPM ആണ്. എന്തായാലും കോൺഗ്രസ് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് വരുമ്പോൾ CPM എന്തായാലും ശക്തമായിട്ട് പ്രതികരിക്കും. അപ്പോൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങും, എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്, ഒന്നും നടപ്പാക്കാൻ ശ്രമിക്കാത്ത ഒരു പാർട്ടിയാണ് CPM എന്നും, ഒരു കാര്യവും നല്ല രീതിയിൽ ചെയ്യാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ജനങ്ങൾ വിലയിരുത്തും. അപ്പൊ നമുക്കറിയാലോ, അപ്പോൾ ജനങ്ങൾ വീണ്ടും ചിന്തിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ ചിന്തിച്ചതുപോലെ ജനങ്ങൾ UDF-നെ കൊണ്ടൊന്നും നടക്കില്ല, LDF-നെ കൊണ്ടൊന്നും നടക്കില്ല, നിയമസഭയും അങ്ങ് BJP-ക്ക് കൊടുത്തോളാന്ന് അവര് ജനങ്ങൾ എന്തായാലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ഒരു പക്ഷത്ത് കൂട്ടിയാ കൂടാത്ത കൂട്ടായ്മ ഇല്ലാത്തതും കൂട്ടടിയും തമ്മിൽ തല്ലുമൊക്കെ നടക്കുന്നു. ഒരിടത്താണെങ്കിൽ പറയുന്ന വാക്കൊന്നും പ്രവൃത്തിയൊന്നും അങ്ങനെ ഒരു ഇതായിട്ട്. അപ്പോൾ ഇതിൽ രണ്ടുപേരിലും ഇടിച്ചിടയ്ക്ക് കയറാൻ പറ്റുന്നത് അവർക്കാണ്. അപ്പോൾ രണ്ടുപേരും ഇപ്പൊ നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല, ജനങ്ങളാണ് വിധി എഴുതുന്നത്. ഈ പറയുന്ന ഞാനോ അതിലേ ഒന്നുമല്ല, സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റം ഉണ്ടാകും. അതെ, അപ്പൊ അത് ഇപ്പോ ഈ 10 വർഷം കൊണ്ടുള്ള ഭരണത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ അവസ്ഥയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ജനങ്ങള് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയാൻ പേടിച്ചിട്ടാണ് അവരാരും പറയാത്തത്. പക്ഷെ അവർക്ക് അവസരം വരുമ്പോൾ അവർ കണ്ടോ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത്. വോട്ടിലൂടെയാണ് ജനങ്ങൾ അവര് പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഇലക്ഷനിലൂടെ എവിടെയാണ് മറുപടി കൊടുക്കേണ്ടത് അവര് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. നിയമസഭയിലും എങ്ങനെയാകും എന്നുള്ളത് അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ. അപ്പം വരുന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം, എന്താകും എങ്ങനെയാകും എന്നൊക്കെയുള്ളത്. മാറ്റം വരട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. വരുന്ന ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം. ഭരിക്കുന്നതിനേക്കാൾ ബെറ്റർ എന്തുകൊണ്ടും ഭരണം തന്നെയായിരിക്കും. ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. എന്തായാലും കാണാം നമുക്ക് വരും ദിവസങ്ങളിൽ, അല്ലേ? അതെ, എന്തായാലും പുതിയൊരു നല്ലൊരു വിഷയവുമായിട്ടുള്ള ഒരു നല്ലൊരു ചർച്ചയുമായി വീണ്ടും വരേക്കും. ബൈ.